അതിന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളീയ പൊതുസമൂഹത്തിന് വ്യക്തമായ ബോധ്യം ആ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗ് അതിന് മറുപടി പറയേണ്ടതില്ല. അറിയിക്കാത്തൊരു കാര്യത്തിന് ഞങ്ങളെന്തിനാ രംഗത്തിറങ്ങുന്നത്? അതുകൊണ്ട് അതറിയിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളയാണ്. ഈ മുസ്ലിം ലീഗിനെ നിരന്തരമായിട്ട് പ്രകോപിപ്പിക്കലാണോ വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം? അതാണോ തുടർച്ചയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, അത് പറയുന്ന ആളും പറയിക്കുന്ന ആളും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, കേരളീയ ജനതക്കും അറിയാം. അതുകൊണ്ടാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അതിനനുസരിച്ച് പ്രതികരിച്ചത്. അതുകൊണ്ട് ഞങ്ങളതിനെക്കുറിച്ച് മറുപടി പറയുന്നില്ല. ഞങ്ങളെ പ്രകോപിപ്പിച്ച് മറുപടി പറയിച്ച് സംഘർഷഭരിതമായ ഒരു സമൂഹ അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വലയിൽ വീഴാൻ മുസ്ലിം ലീഗ് തയ്യാറല്ല. ലീഗിന്റെ ആ മൗനം അങ്ങനെ വരുമ്പോൾ അത് വെള്ളാപ്പള്ളി പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്നുള്ള രീതിയിലേക്ക് പൊതുസമൂഹം ചർച്ച ചെയ്യില്ലേ? ഇല്ല, പൊതുസമൂഹം ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും അത് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ടല്ലോ. അതാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട്. അത് മതി ഞങ്ങൾക്ക്. പൊതുസമൂഹം മനസ്സിലാക്കിയാൽ മതി, മനസ്സിലാക്കിയിട്ടുണ്ട്. സാമുദായിക ഐക്യം എന്നുള്ളൊരു ആവശ്യം വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നു. ആ ആവശ്യത്തെ സുകുമാരൻ നായർ NSS പിന്തുണയ്ക്കുന്നു. VD സതീശനും ആ ഒരു ആവശ്യത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്താണ് ലീഗിനോട് അതിനുള്ളൊരു നിലപാട്? ലീഗ് അതിനെന്തെല്ലാം നിലപാടെടുക്കേണ്ട ആവശ്യം? സാമുദായിക സംഘടനകൾ യോജിക്കാനോ പിളരാനോ ഒക്കെ തീരുമാനിച്ചാൽ അത് അവരുടെ കാര്യമല്ലേ. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അതിലെന്താ കാര്യം? ഒരു കാര്യമില്ലാത്തതിൽ മുസ്ലിം ലീഗ് ഇടപെടാറുമില്ല. ഈ സംഘടനകൾ ഇത്ര കാലം അത്രയും പിളർന്നു നിൽക്കാൻ കാരണമായത് ലീഗാണെന്നുള്ള രീതിയിലുള്ള വിചിത്ര പ്രസ്താവനകളാണ് വെള്ളാപ്പള്ളി നടത്തിയത്. അതാണ് ഞാൻ പറയുന്നത്. അത്തരം പ്രസ്താവനകൾക്ക് മറുപടി പറഞ്ഞാൽ ഞങ്ങളും അതേ സ്വഭാവമുള്ള ആളുകളായി മാറൂലേ. അതുകൊണ്ട് ഞങ്ങളത് പറയുന്നില്ല. നായാടി മുതൽ നസ്രാണി വരെ ഒരു ഐക്യമാണെന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തെ കൂടെ കൂട്ടുന്നില്ല എന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. അതാണ് ഈ നിയമനിർമ്മാണങ്ങളിലൊക്കെ നരേന്ദ്രമോദി ചെയ്തു വന്ന കാര്യമാണത്. ഏതായിരുന്നാലും അദ്ദേഹം മറുപടി അറിയിക്കുന്നില്ല എന്നത് മാത്രമാണ് ആ കാര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ വ്യക്തമായ നിലപാട്. വെള്ളാപ്പള്ളിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ CPM-ന്റെ പിന്തുണയുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? വളരെ വ്യക്തമല്ലേ. പൊന്നാട അണിയിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുവന്ന് പറയിപ്പിക്കല്ലേ. ഈ NSS വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്നത് എങ്ങനെയാണ്? അല്ല, അതിനെക്കുറിച്ചൊന്നും എനിക്കറിഞ്ഞുകൂടാ. സാമുദായിക സംഘടനകളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. അത് ഞങ്ങളുടെ ജോലിയല്ല. അതുകൊണ്ട് അതിൽ അഭിപ്രായം ഞങ്ങൾക്കില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ മുസ്ലിം ലീഗിനെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് വെള്ളാപ്പള്ളിയും അതേപോലെ തന്നെ NSS പോകുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ കൂടി ബാധിക്കില്ലേ? അല്ല, NSS ഇതുവരെ മുസ്ലിം ലീഗിനെ കുറിച്ച് ആക്രമിച്ച് പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാ പറയുന്നത്? ഈ സതീശൻ ഈഴവ വിരോധിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെള്ളാപ്പള്ളി പറയുമ്പോൾ അത് ഈഴവർക്കിടയിൽ ആ ഒരു UDF-നോടൊരു ഇഷ്ടക്കേട് ആ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഒരു നേതാവാണല്ലോ. അല്ല, ഞാൻ അതിനുള്ള മറുപടി നിങ്ങളോട് പറഞ്ഞല്ലോ. ഇദ്ദേഹം ഇത് പറഞ്ഞ് അതിശക്തമായി പറഞ്ഞ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ആദരിച്ച് കാറിൽ കയറ്റി കൊണ്ടു നടന്ന സമയത്തല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നത്. അദ്ദേഹം പറഞ്ഞത് കേരളീയ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അനുകൂലമായി നിന്നിട്ടുണ്ടോ? ശക്തമായി എതിരായിട്ടല്ലേ ജനവികാരം വന്നത്. ആ ജനവികാരം മതി ഞങ്ങൾക്ക്. ഞങ്ങൾ ആ ജനവികാരത്തോടൊപ്പമാണ്. അതിൽ ഞങ്ങൾ കൂടി പ്രതികൂലമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ഞങ്ങൾക്ക് കൂടി എതിരാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്. വെള്ളാപ്പള്ളി ഇത്തരം അഭിപ്രായം പറയുന്നത് UDF-ന് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണോ കരുതുന്നത്? അപ്പോൾ ഇത്തരം അഭിപ്രായങ്ങൾ ആര് പറഞ്ഞാലും അത് സമൂഹത്തിന് ദൂഷ്യമാണ്. അത്ര ഞങ്ങൾക്ക് പറയാം. ലീഗിന്റെ സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങളേക്ക് വന്നാൽ ഇപ്പോൾ യൂത്ത് ലീഗ് കഴിഞ്ഞ ദിവസം കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് അവരുടെ ഒരു പ്രാതിനിധ്യ നിലയിൽ. അതോടൊപ്പം തന്നെ 3 ടേം വ്യവസ്ഥ നിർബന്ധമായിട്ട് നടപ്പിലാക്കണം അവരുടെ പ്രവർത്തക സമിതിയിലും ആവശ്യമുയർത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ലീഗിന്റെ നേതൃത്വത്തിന്റെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ? ഇല്ല, യൂത്ത് ലീഗിന് അഭിപ്രായം പാർട്ടിയോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അവരുടെ അവകാശമാണത്. അവർ യോഗം ചേർന്നു, അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചു, പാർട്ടി അറിയിച്ചു. ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിനെ അറിയിച്ചു, കുഞ്ഞാലി സാഹിബിനോട് പറഞ്ഞു, എന്നോട് ഒന്ന് പറഞ്ഞു. പറയേണ്ട മുസ്ലിം ലീഗിൻ്റെ നേതൃത്വ നിരയോട് അവരുടെ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതുകൂടി പരിശോധിക്കും. കൂടുതൽ സീറ്റുകളൊക്കെ അവർക്ക് കൊടുക്കാൻ സാധ്യത ഉണ്ടോ യൂത്ത് ലീഗിന്? കാരണം കഴിഞ്ഞ തവണ കൊടുത്തതിൽ നജീബ് കാന്തപുരവും AK മുഷറഫൊക്കെ നല്ല പ്രകടനമായിരുന്നു, അവരത് പറയുന്നുണ്ട്. അത് വസ്തുതയുമാണല്ലോ യൂത്ത് ലീഗിനെ സംബന്ധിച്ച്. അത് യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും പ്രാതിനിധ്യം നന്നായി നൽകും എന്ന് തന്നെയാണല്ലോ പാർട്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. KMCC-യും അതേപോലെ സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. KMCC-യുടെ കാര്യം അങ്ങനെ പരിഗണനയിലുള്ളതാണ്. അല്ല, എല്ലാ പോഷക സംഘടനകളും ആവശ്യപ്പെടുന്നുണ്ട്. KMCC മാത്രമല്ല, എല്ലാ പോഷക സംഘടനകളും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. KMCC-യിൽപ്പെട്ട ആണല്ലോ ഞാനും.
പഴയ KMCC-കാരനാണ്. അബ്ദുറഹ്മാൻ രണ്ടത്താണി പഴയ KMCC-കാരനാണ്. പാറക്കൽ അബ്ദുള്ള സാഹിബ് KMCC-കാരനാണ്. ഇപ്പോഴും PV വഹാബ് സാഹിബ് KMCC-യുടെ സ്ഥാപക നേതാവാണ്. CP വാവാജി ദുബായ് KMCC-യുടെ ആദ്യകാല പ്രസിഡൻ്റാണ്. ഒരുപാട് KMCC-കാർ ഇപ്പോൾ പാർട്ടിയിലുണ്ട്, പോക്ക് നിർത്തിയവർ. ഈ കാന്തപുരം സമസ്തയുമായിട്ട് ലീഗ് ഇപ്പോൾ വല്ലാതെ അടുക്കുന്നു എന്ന രീതിയിലൊക്കെ ചർച്ചകളുണ്ട്. അതായത് കാന്തപുരം സമസ്തയ്ക്ക് ഇപ്പോൾ CPM-നോട് ചില വിരോധങ്ങൾ ഉള്ളതുകൊണ്ടാണോ ആ രീതിയിലൊരു സമീപനം ഉണ്ടാകുന്നത്, അതല്ലെങ്കിൽ ലീഗിന് അതൊരു അവസരമായി മാറുന്നത്? അല്ല, ഒരു സാമുദായിക സംഘടനയുമായും മുസ്ലിം ലീഗിന് അകൽച്ചയില്ല. ഏതെങ്കിലും ഒരു സംഘടന മുസ്ലിം ലീഗിനോട് അടുക്കുന്നു എന്ന വാക്ക് തന്നെ അപ്രസക്തമാണ്. മുസ്ലിം ലീഗ് എല്ലാ സാമുദായിക സംഘടനകളോടും അടുത്താണ് നിൽക്കുന്നത്. സമുദായത്തിൻ്റെ പൊതുകാര്യങ്ങളിൽ എല്ലാ സാമുദായിക സംഘടനകളുമായി മുസ്ലിം ലീഗ് യോജിക്കുന്നു. അവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇടയ്ക്കിടെ അവരുടേത് കൂടിയായ യോഗങ്ങൾ വിളിച്ച് അഭിപ്രായങ്ങൾ ആരാഞ്ഞ് പൊതു തീരുമാനം എടുത്തിട്ടാണ് മുസ്ലിം ലീഗ് അതിൻ്റെ കൂടെ നിൽക്കുന്നത്. എല്ലാ സാമുദായിക സംഘടനകളോടും മുസ്ലിം ലീഗിന് അടുപ്പാണ്. ഒരു സംഘടനയുമായി അകൽച്ചയില്ല. മറ്റൊരു കാര്യം, ഈ KT ജലീൽ പറഞ്ഞൊരു പ്രസ്താവനയാണ്. KT ജലീൽ പറയുന്നത് ഈ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്കെതിരാകുമെന്ന് വെള്ളാപ്പള്ളിയുടെ പരാമർശം ഉണ്ടായിരുന്നു. അത് മുസ്ലിം ലീഗാണ് മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലിം ലീഗുകൾക്കെതിരാക്കുന്നത്, ആ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കുന്ന മുസ്ലിം ലീഗാണ് എന്നാണ് KT ജലീൽ പറയുന്നത്. അതിന് മറുപടി അപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് പറയാമെന്നാണോ? മലപ്പുറത്തെക്കുറിച്ച് എന്തും പറയാം എന്നാണോ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ഉദ്ദേശിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. അദ്ദേഹം മലപ്പുറത്തുകാരനല്ലേ. മലപ്പുറത്തുകാർ തെറ്റ് ചെയ്യുന്നവരാണ്, കുറ്റവാളികളാണ് എന്ന് പറഞ്ഞാൽ അതിൽ അദ്ദേഹം പെടൂലേ? അല്ലെങ്കിൽ പറയുന്ന ആൾ പറയണം KT ജലീൽ ഒഴികെയുള്ള മലപ്പുറത്തുകാർ. അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞായിട്ട് ഞാൻ കിട്ടില്ല. മലപ്പുറത്ത് ഇത്തവണ ഒരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാവുന്നൊക്കെ ചർച്ച വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അതൊക്കെ അല്ല, ഞങ്ങൾ ജില്ലാടിസ്ഥാനത്തിലല്ല മത്സരിക്കുന്നത്, സംസ്ഥാന അടിസ്ഥാനത്തിലാണ്. സംസ്ഥാനത്ത് വനിതകളുണ്ടാവും. ഇത്തവണ എന്തായാലും വനിതകളുണ്ടാവും. പിന്നെ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ടല്ലോ. വനിത പുതിയ കാര്യമൊന്നുമല്ല ലീഗിന്. 96 ലീഗിന് വനിതാ സ്ഥാനാർത്ഥി ഉണ്ടായിട്ട്. അല്ല, മത്സരിപ്പിക്കാനല്ലേ ലീഗിന് പറ്റൂ. വിജയിപ്പിക്കേണ്ട വോട്ടർമാരല്ലേ. ഏറനാട്ടിൽ ഒരു മാറ്റം ഉണ്ടാവോ? അവിടെ പിന്നെ PK ബഷീറിനെ മറ്റൊരിടത്തേക്ക് മാറ്റി ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനൊക്കെ സാധ്യതയുണ്ടോ? നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ ഇത്തരം വാർത്തകൾ കൊടുക്കുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസം കമ്മിറ്റി കൂടാന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞത് ഇനി കമ്മിറ്റി കൂടേണ്ട ആവശ്യമില്ലല്ലോ, സ്ഥാനാർത്ഥികളൊക്കെ പിന്നെ ചാനലുകാർ പ്രഖ്യാപിച്ച് കഴിഞ്ഞല്ലോ, നമ്മളെ പണി വളരെ ഈസിയായി എന്നാണ് തങ്ങൾ പറഞ്ഞത്. ഒരു ഭാവി മന്ത്രിയാണോ ഞങ്ങളോട് സംസാരിക്കുന്നത്? അത് ഏത്